ഒരു 5-6 മാസം മുമ്പ് ഒരു ഫോൺ ചത്തുപോയി. ഞാനെന്ത് ചെയ്തെന്നറിയോ? ഫോണ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് തീയിലൊന്ന് ചൂടാക്കിയിട്ട് അങ്ങ് കളഞ്ഞേച്ച് ഒഴിവാക്കി, ചാടിക്കളഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്ത്? ഇതിപ്പോൾ ഇതാ ഈ ഫോണ് എന്ത് കളി കളിച്ചാലും ഓണാകില്ല, ചത്തുപോയത്. ഇതിപ്പോൾ എന്ത് ചെയ്യൂ? ഒരു ടെക്നീഷ്യൻ്റെ കൊടുക്കാം അല്ലേ? ഇതാ വേറൊന്നിതാ, ഇതേണ്ട, ഇതൊന്നും പറ്റിയില്ല. വീണിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം കണ്ട വണ്ണാൻ പല പിടിച്ചിട്ട് അപ്പടി അങ്ങ് പോയി, ഡിസ്പ്ലേ പൊട്ടിപ്പോയി. വേറെ പ്രശ്നം ഇതിനില്ല. അപ്പോൾ അതെന്ത് ചെയ്യൂ? നമുക്ക് ടെക്നീഷ്യൻ്റെ കൊടുക്കാം അല്ലേ? ഞാൻ കൊടുക്കൂല, നിങ്ങളും കൊടുക്കരുതെന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ കിട്ടി. അപ്പോൾ പഴയ ഫോണ് നല്ല വർക്കിംഗ് നല്ല ഫോണാണ്, പക്ഷേ പഴയതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ട. എന്താ ചെയ്യുക? ആർക്കും പരിചയമുള്ളവർക്കോ പരിചയമില്ലാത്തവർക്കോ മൊബൈൽ ഷോപ്പിൽ എവിടെ കൊണ്ടുവച്ച് വിൽക്കും അല്ലേ? വിൽക്കരുത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫോണ് ഒരാൾ വാങ്ങിയിട്ട് അത് റിക്കവർ ചെയ്താൽ കാര്യമായിട്ട് ഡാറ്റ ഒന്നും ഉണ്ടാകില്ല വിചാരിക്കല്ലോ അല്ലേ? എന്നാൽ പിന്നെ ഒരു ഉപയോഗിക്കുന്ന ഒരു പെണ്ണുങ്ങളെ ഫോണാണെങ്കിലോ അറ്റ്ലീസ്റ്റ് ഒരു പേഴ്സണൽ സെൽഫി എങ്കിലും ഇല്ലാത്തൊരു ഫോൺ ഉണ്ടാകില്ല. അപ്പോൾ കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത് അത് ഫോൺ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ ഒരു ഫോട്ടോ ഡാറ്റയോ ലീക്കായാലും അതധികം ആരും കണ്ടെന്ന് വരികയില്ല. അതേ സ്ഥാനത്ത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്നൊരു ഡാറ്റ ലീക്കായാലും ഒരു എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഒക്കെ ലീക്കായാലും അത് വൈറലാവും. അങ്ങനെ പലർക്കും പല അനുഭവങ്ങളുണ്ട്. ഇൻ്റർനെറ്റിലെല്ലാം ഫോട്ടോ വീഡിയോ ഒക്കെ പ്രചരിച്ച അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങളെ ഫോണിന് എന്തെങ്കിലും പറ്റിയാൽ ടെക്നീഷ്യനെയും കാണിക്കരുത്, വേണ്ടെങ്കിൽ വിൽക്കുകയും ചെയ്യരുത്. അപ്പോൾ ടെക്നീഷ്യനെ കാണിക്കരുത് എന്ന് പറഞ്ഞോ, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ടെക്നീഷ്യന്മാർ. അവരെ അല്ല, ഈ ഇന്നത്തെ ഇൻ്റർനെറ്റ് ടെക്നോളജി യുഗത്തിൽ നമുക്കൊരാളെ വിശ്വസിക്കാൻ പറ്റില്ല. ആരെന്താ ചെയ്യുക? ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, ഇല്ല അറിയാണ്ടായിരിക്കും, എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ വിശ്വാസം നമ്മളെ തന്നെ ആയിരിക്കണം. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മളെ ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ ഏറ്റവും വലിയ മിത്രമാണ്, ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും വലിയ ശത്രുവും സ്മാർട്ട് ഫോണാണ്. നിങ്ങളെ ശത്രു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ഫോണിൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞേക്കുക, ടെക്നോളജി പരമായിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ എപ്പോഴെങ്കിലും നേരം കിട്ടുന്നവരൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും ചുവന്നൊരു എഴുത്ത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഞെക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടി ഒപ്പം ഉണ്ടാകും ഒരു ബെല്ല്, അതുകൂടി ഒന്ന് ഞെക്കിയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേരം മിസ്സാകാണ്ട് കാണാം. അപ്പോൾ ഷെയറല്ലേ? എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തിട്ട് ഒരു സുഹൃത്തിനെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അധികം പോകുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോക്കൊക്കെ വ്യൂസ് കുറയുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് പുഷപ്പാക്കാൻ വേണ്ടി ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എല്ലോടെയെങ്കിലും. അതടക്കട്ടെ, അത് നമ്മളെ ചാനലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, നമ്മളായിട്ടുള്ള ആ ബന്ധം. അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം, ഈ 30-ാം തീയതി എൻ്റെ കൂടലാണ്, ജൂൺ 30-ന് എല്ലാവരും ഞാൻ ക്ഷണിച്ചിക്ക്, എല്ലാവരും വരണം. മെപ്പയ്യൂരാണ്, കോഴിക്കോട് ജില്ലയിൽ മെപ്പയ്യൂരാണ്, അതും മറന്നുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഫോണ് കൈമാറിയാലും ടെക്നീഷ്യനെ കൊടുത്താലും എൻ്റെ അടുത്ത് കൊടുക്കായാലും നമ്മളെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിലുള്ള മുഴുവൻ ഡാറ്റകളും നമ്മൾ എങ്ങനെ ഫോർമാറ്റ് ചെയ്താലും റിക്കവർ ചെയ്തെടുക്കാൻ പ്രയാസം കഴിയും ഒരു ടെക്നീഷ്യന്. അല്ലെങ്കിൽ മൊബൈലായിട്ട് കുറച്ചറിയുന്ന ടെക്നോളജിയായിട്ട് കുറച്ചറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് എന്തൊരു കാരണവശാലും നിങ്ങളെ ഫോണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവായി നശിപ്പിച്ച് കളയുക, ഒരാൾക്കും കൊടുക്കണ്ട. എന്തിനായത്? നമ്മളെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളെ സ്വകാര്യത, അത് നഷ്ടപ്പെടുത്തണ്ട. പിന്നെ നിങ്ങൾക്കിത് വിറ്റേ കഴിയില്ല, കൈമാറിയ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അത് അത്രയ്ക്കൊരു സുരക്ഷിതമല്ലെങ്കിലും കുറച്ച് ബെറ്ററാണ്. സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് ഫോണായാലും ആൻഡ്രോയിഡ് ഫോണിൽ ഏത് ഫോണിൻ്റെ സെറ്റിങ്സിൽ എൻക്രിപ്റ്റ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതേ അധിക ഫോണിലും ബാക്കപ്പ് ആൻഡ് ഫാക്ടറി റീസെറ്റ് എന്നൊക്കെ പറയുന്ന ആ സെക്ഷനിലാണ് ഉണ്ടാകുക. ചില ഫോണിൽ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ സെറ്റിങ്സിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എൻക്രിപ്റ്റ്, ഈ എൻക്രിപ്റ്റ് എടുത്തിട്ട് അതൊന്ന് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മാണ്ടിയതുണ്ടായിരുന്നുണ്ടെങ്കിൽ, അതായത് ഫോണിൽ മാണ്ടിയ ഡാറ്റ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മറ്റൊരു SD കാർഡിലേക്കോ മറ്റൊരു ഫോണിലേക്കോ മാറ്റിയതിന് ശേഷം എൻക്രിപ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ എൻക്രിപ്റ്റ് ചെയ്താൽ മുഴുവൻ നമ്മൾ നശിപ്പിക്കലാണ്.
അതിന് ശേഷം ഫോൺ ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്തതിന് ശേഷം കുറേ ഡമ്മി ഡാറ്റകൾ അതിൽ കയറ്റുക. ഡമ്മി ഡാറ്റ എന്ന് ഉദ്ദേശിച്ച് നിങ്ങളെ ഫോണിപ്പോൾ 32 GB ഫോണാണെങ്കിൽ ഈ 32 GB നിറയുന്നത്ര എന്തെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ സിനിമകളോ എന്തെങ്കിലും അതിലേക്ക് 32 GB ഫുള്ളാകുന്നവരെ അതിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യണമല്ല, മറ്റൊരു ഫോണിൽ നിന്ന് എസ്കാനർ വഴിയൊക്കെ എസ്കാനർ എന്തെന്ന് അതൊക്കെ വഴി കയറ്റിയാൽ മതി. എന്നിട്ട് അത് നിറച്ചതിന് ശേഷം വീണ്ടും ഫോർമാറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതുപോലെ ഡമ്മി ഡാറ്റ കയറ്റുക. എന്നിട്ട് വീണ്ടും ഫോർമാറ്റ്. ഇങ്ങനെ ഒരു 4, 5, 5, 6 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ട് വിറ്റുകയാലും കൈമാറിയാലും അത് കിട്ടുന്ന ആൾക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിക്കവർ ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്നത് ഈ ഡമ്മി ഡാറ്റകളായിരിക്കും. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ആദ്യത്തെ ഡാറ്റ കിട്ടിയല്ലേന്ന്. കിട്ടും, അതിന് ഹാർഡ് റിക്കവറി ചെയ്യണം. അത് കുറേ പൈസ ചിലവുള്ള ഏർപ്പാടാണ്. അതിനാരും അധികം മെനക്കിടുകയില്ല. അത് വളരെ അപൂർവമായിട്ട് ആൾക്കാർ ചെയ്യും. നല്ല ചിലവുള്ള ഏർപ്പാടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കൈമാറുക. അല്ലാണ്ട് ഒരു കാരണവശാലും നിങ്ങളെ ഫോണ് ആർക്കും കൈമാറരുത്. എസ്പെഷ്യലി പെണ്ണുങ്ങളെ ഫോണ് ഒരു ടെക്നീഷ്യനെ പോലും നിങ്ങൾ കാണിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൂടുതലിൻ്റെ തിരക്കായതുകൊണ്ടാണ് അധികം എനിക്ക് കമൻറ്റ് ഒന്നും നോക്കിയാൽ സമയം കിട്ടുന്നില്ല. എന്നാൽ ഞാൻ നേരെല്ലാം കിട്ടുന്ന നേരം നോക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് എഴുതിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.